നമസ്കാരം. ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ ആദ്യത്തെ A0 ഇലക്ട്രിക് ലോക്കോമോട്ടീവുകളായ വാം സീരീസിനെപ്പറ്റി. 1959-ൽ ഇന്ത്യയിൽ ആദ്യമായി AC ആൾട്ടർനേറ്റിംഗ് കറന്റ് വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന വാം 1 ക്ലാസ് ലോക്കോമോട്ടീവുകൾ അവതരിപ്പിക്കപ്പെട്ടു. ഇത് നമ്മുടെ റെയിൽവേ സംവിധാനത്തിന് ഒരു വലിയ കുതിച്ചുചാട്ടമായിരുന്നു. ഒരു യൂറോപ്യൻ കൺസോർഷ്യവുമായി സഹകരിച്ചാണ് ഈ ലോക്കോമോട്ടീവുകൾ നിർമ്മിച്ചത്. വാം 1 എന്ന പേര് ബ്രോഡ് ഗേജ് A0 കറന്റ് IA, മിക്സഡ് ട്രാഫിക് M ലോക്കോമോട്ടീവ്, ഒന്നാം തലമുറ 1 എന്നിവയെ സൂചിപ്പിക്കുന്നു. വാം 1 ലോക്കോമോട്ടീവുകൾ ആദ്യമായി ഓടിത്തുടങ്ങിയത് പ്രത്യേകിച്ച് ഹൗറ-ബർധമാൻ ഭാഗത്തുള്ള 25 കിലോവോൾട്ട് AC ലൈനുകളിലായിരുന്നു. ഇവയുടെ വരവോടെ ട്രെയിനുകളുടെ വേഗതയും കാര്യക്ഷമതയും വർദ്ധിച്ചു. 1959-നും 1961-നുമിടയിൽ യൂറോപ്യൻ കൺസോർഷ്യം മൊത്തം 100 വാം 1കൾ നിർമ്മിച്ചു. ഇത് വാഗ് 1 വരുന്നതുവരെ ഏറ്റവും കൂടുതൽ എണ്ണം നിർമ്മിക്കപ്പെട്ട മെയിൻലൈൻ ഇലക്ട്രിക് ലോക്കോമോട്ടീവ് ക്ലാസായി ഇതിനെ മാറ്റി. വാം 1 ലോക്കോമോട്ടീവുകൾ 40 വർഷത്തിലേറെയായി പാസഞ്ചർ ചരക്ക് ട്രെയിനുകൾക്ക് സേവനം നൽകി. തുടക്കത്തിൽ വലിയ വിജയമായില്ലെങ്കിലും ഈ ക്ലാസ് വാം 4ന് അടിസ്ഥാനപരമായ രൂപകൽപ്പന നൽകി. അതിനെ തുടർന്ന് നിരവധി മറ്റ് ലോക്കോമോട്ടീവുകളും പുറത്തിറങ്ങി. പുതിയ 3 ഫേസ് ലോക്കോമോട്ടീവുകളായ വാപ്പ് 5, വാപ്പ് 7 എന്നിവയുടെ വരവോടെ പഴക്കം ചെന്ന വാം 1 ലോക്കോമോട്ടീവുകളെ ചരക്ക് ഷണ്ടിംഗ് ജോലികളിലേക്ക് മാറ്റി. പിന്നീട് അവയെല്ലാം സേവനത്തിൽ നിന്ന് പിൻവലിച്ചു. ജഗ്ജീവൻ റാം എന്ന പേരുള്ള ഒരേയൊരു വാം 1 ലോക്കോമോട്ടീവ് ഹൗറയിലെ കൊൽക്കത്ത റെയിൽ മ്യൂസിയത്തിൽ സംരക്ഷിച്ചിട്ടുണ്ട്. ഈ ലോക്കോമോട്ടീവുകൾക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അതായിരുന്നു അവയുടെ ശബ്ദം. ശക്തമായ ഒരു മുഴക്കത്തോടെയായിരുന്നു ഓരോ വാം ലോക്കോയും കടന്നുപോയിരുന്നത്. ഇന്നും പഴയ തലമുറയ്ക്ക് ആ ശബ്ദം ഒരു നൊസ്റ്റാൾജിയയാണ്. വാം സീരീസ് ഇന്ത്യൻ റെയിൽവേയുടെ വൈദ്യുതിവൽക്കരണത്തിന് അടിത്തറ പാകി. ഇന്ന് നമ്മൾ കാണുന്ന വേഗതയേറിയതും ആധുനികവുമായ ട്രെയിനുകൾക്ക് വഴിയൊരുക്കിയത് ഈ ഇതിഹാസങ്ങളാണ്. കാലഘട്ടത്തിനനുസരിച്ച് അവ സേവനത്തിൽ നിന്ന് വിരമിച്ചെങ്കിലും വാം സീരീസ് ലോക്കോമോട്ടീവുകൾ ഇന്ത്യൻ റെയിൽവേയുടെ വളർച്ചയുടെയും സാങ്കേതിക മുന്നേറ്റത്തിന്റെയും പ്രതീകമായി നമ്മുടെ ഓർമ്മകളിൽ എന്നും നിലനിൽക്കും. നന്ദി.